ഹായ്, SP അരുളിലാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ സർവേ കാണുകയായിരുന്നു. ആ സർവേ കാണുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ഒരു വിധിയെഴുത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൽ മോശം, വളരെ മോശം എന്ന ഒരു 2 ഹെഡ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ മികച്ചത്, വളരെ മികച്ചത്. പക്ഷേ കേരളത്തിലെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നത് ഇത്രത്തോളം ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിലില്ല, 50% അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ, ഇന്നലത്തെ 16 ലക്ഷം പേര് നേരിട്ട് വോട്ടെടുപ്പ് നടത്തിയ റിപ്പോർട്ടർ ചാനലിൻ്റെ ആ സർവേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ കാണണം. ആ ചാനലിലെ തന്നെ ഒരു വനിതാ രത്നത്തിന് ഈ വളരെ മോശവും ഇത് വായിച്ചതിന് ശേഷമുള്ള വിലയിരുത്തൽ നിങ്ങൾ കേൾക്കണം. കേരളത്തിൽ ഷാഫി മാങ്ങൂട്ടം ഫാൻസുകാർ സതീശനോട് ഈ ദ്രോഹം കാണിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു ക്ലെയിമും. അല്ലാതെ കേരളത്തിലുള്ള മനുഷ്യർക്ക് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയില്ലേ, ഇപ്പോൾ ഇത്രയും PR ടീമിനെയൊക്കെ വെച്ച് പ്രവർത്തിച്ചതിന് ശേഷം എന്തിനും ഏതിനും ആൾക്കാരെ കാശ് കൊടുത്ത് സതീശൻ നിയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും റാങ്കിങ്ങിൽ 13ാം സ്ഥാനത്തും, അതും പിണറായി വിജയൻ്റെ താഴെ. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്ത സ്കോർ നിങ്ങൾ ഒന്ന് കണ്ടേ. വളരെ മോശം എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ശരാശരി എന്ന് പറയാറില്ല. എന്നാൽ അത്ര ഗംഭീരവുമല്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന കൂട്ടത്തിലാണ് 12%. അതുകൊണ്ട് നോക്കിയാൽ 55% വരും. 12.63% ശരാശരി. ഇനിയുള്ളത് മോശവും വളരെ മോശവുമാണ്. മോശം സ്മൃതി, അഭിപ്രായം 26.2, 4-1. മികച്ചതെന്ന് പറയുന്നത് 4-1, മോശമെന്ന് പറയുന്നത് 4-1 അല്പം കൂടുതൽ. ഇനി അടുത്തത് വളരെ മോശം എന്ന് പറയുന്നവർ എത്രയാണ്? വളരെ മോശം 17.11. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2 ഡിജിറ്റുകൾ ഉണ്ട് കേട്ടോ. അതായത് വളരെ മികച്ചത് എന്ന് പറയുന്നത് 24%, വളരെ മോശം എന്ന് പറയുന്നത് 17%. എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അതെ, ഒന്നുകൂടെ നമുക്കിനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നോക്കാം. പ്രതിപക്ഷ നേതാവിന്റെ VD സതീശന്റെ പ്രവർത്തനത്തെ 16.5 ലക്ഷം വോട്ടർമാർ റിപ്പോർട്ടർ ഓൺലൈൻ ഇലക്ഷൻ സർവേയിൽ വിലയിരുത്തുമ്പോഴുള്ള അന്തിമ റിസൾട്ട് പ്രേക്ഷകർക്ക് കാണാം. ഏറ്റവും മികച്ചത്, ശരാശരി, മോശം, ഏറ്റവും മോശം എന്നീ കാറ്റഗറിയിൽ നമുക്ക് നോക്കിയാൽ 5 സ്കെയിലുകളിൽ നമ്മൾ അളന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രകടനത്തെ എങ്ങനെയാണ് കേരളം വിലയിരുത്തുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ പ്രകടനം, ടോട്ടൽ പ്രകടനം നോക്കൂ. വളരെ മികച്ചത് എന്ന 24.45%, മികച്ചത് എന്ന 19.79%. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യത്തെ 2 കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ സപ്പോർട്ടാണ് VD സതീശന്. 24-ഉം 19 കൂടി നോക്കിക്കഴിഞ്ഞാൽ 43% വരും. 2 കൂടി നോക്കിയാൽ 44% പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന് പിന്തുണയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് LDF-ലെ പ്രവർത്തകർ പിന്തുണ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അത് കൊടുത്തിട്ടുള്ളത് 16.5 ലക്ഷത്തിലെ 44%. നമ്മുടെ സർവേയിൽ പങ്കെടുത്തതിൽ 44% ആളുകൾ. മാത്രമല്ല അതിന്റെ ഒപ്പം ശരാശരി കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ശരാശരി സ്വിംഗ് ആണ്. ഇത് ഇടതുപക്ഷം വലതുപക്ഷം എന്നത് മാത്രം നോക്കാതെ നിഷ്പക്ഷരായവരുടെ വോട്ടും ഇതിലുണ്ടാകും. ഷഫീഖ, ഈ റീഡിങ്ങിനെ പല രീതിയിൽ നമുക്ക് വായിക്കാം. UDF ക്യാനെ സംബന്ധിച്ച് ആശ്വാസമുള്ള ഒരു റിസൾട്ട് കൂടിയാണ്. കാരണം ഇത് സ്ക്യൂഡ് അല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവ് വളരെ മോശം. കേരളത്തിലെ ജനങ്ങളുടെ ഡയറക്റ്റ് വിധിയാണ് കേട്ടോ. ഡയറക്റ്റ് വിധിയാണ്. 16 ലക്ഷം ആൾക്കാരുടെ വിധിയാണ്. അതായത് മോശമെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മോശമെന്ന് പറഞ്ഞിരിക്കുന്നത് 26-ഉം വളരെ മോശമെന്ന് പറഞ്ഞിരിക്കുന്നത് 17-ഉം. അത് 2 കൂടെ കൂട്ടി നോക്കിയാലും 43-44%. എന്ന് പറഞ്ഞാൽ 44%-ഓളം ആളുകൾ മോശമെന്നും അത്രയും തന്നെ ആളുകൾ മികച്ചതെന്നും പറയുന്നു എന്നുള്ളതാണ്. ശരാശരിയിൽ നിൽക്കുന്നത് 12%. വളരെ വളരെ ഡിസിസീവാണ്, നിർണായകമാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ ശക്തമായ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിനാണ് LDF-ൽ. കടുത്ത സൈബർ ആക്രമണം അണികളിൽ നിന്നുണ്ടായി എന്ന് പരാതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൈബർ അണികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഷാഫിയുടെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അണികളായിരിക്കുമല്ലോ. അപ്പൊ അവർ നന്നായി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയാറില്ലേ, എപ്പോഴും ഈ സത്യത്തിന്റെ മുഖം കുറച്ച് വികൃതമായിരിക്കും എന്ന് പറയുന്ന പോലെ, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് PR ടീമുകൾ പറയുന്നതിനപ്പുറം റിയാലിറ്റി ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വെച്ചിട്ട് കേരളത്തിലെ തന്നെ
പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വിലയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന മാർക്കാണ്. അതിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഷാഫി, രാഹുൽ മാങ്കൂട്ടം ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വളരെ മോശമൊക്കെ വായിക്കാൻ വേണ്ടി അരുൺകുമാർ സ്മൃതിയെ തന്നെ നിയോഗിക്കുകയും അത് വായിക്കുമ്പോൾ ഉള്ള ആ ശബ്ദത്തിൻ്റെ ഇടർച്ച പതർച്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് വിഷമം വന്നു. കാര്യം സ്വയം കരുതുകയാണ് കേരളത്തിലെ ഏറ്റവും തീപ്പൊരിയാണ്, കേരളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, വാ തുറന്ന നുണ മാത്രം പറയുന്ന ഇങ്ങനെ ഒരു വ്യക്തി സ്വന്തം കുടുംബത്തിലുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യരും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വി.ഡി. സതീശൻ. കാര്യം നമ്മളൊരു നേതാവിനെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അയാളുടെ സിംപ്ലിസിറ്റി ആയിരിക്കണം, അയാൾ പറയുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റി, വ്യക്തത. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒരിക്കലും നുണ പറയുക, കള്ളം പറയുക, നേട്ടങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി അതിന് എവിടെയാണെങ്കിലും, നമ്മളത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ മറ്റെവിടെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ, കാര്യം ഇപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ സുഹൃത്ത് വലയത്തിൽ അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റും? എന്തിനും ഏതിനും നിങ്ങളടുത്ത് നുണ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും പറയാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി നല്ല വ്യക്തിയാണ്. അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാട് കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ജനം ഈ രീതിയിലാണ്, അതായത് മികച്ചതും വളരെ മികച്ചതും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേരളത്തിലെ സതീശൻ വെറുക്കപ്പെട്ടത് എന്നുള്ളത് ആ ഒരു സർവേ തെളിയിക്കുന്നുണ്ട്. ഇത്രത്തോളം PR പണി എടുത്തിട്ട് പോലും സതീശന് മികച്ചതും വളരെ മികച്ചതും എന്ന ഹെഡ്സിലേക്ക് ഇത്ര ആൾക്കാരെ കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളത് ദയനീയമായ അവസ്ഥയാണ്. സതീശൻ കൂട്ടിയാൽ കേരളത്തിലെ ജനങ്ങൾ സതീശന് വേണ്ടി കൂടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആ സർവേ തുറന്നു കാട്ടുന്നു.